നാരായണായ. എല്ലാ കൃഷ്ണഭക്തർക്കും രാജീവ് ബ്ലൗസിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്ന് അമ്മ പറയാൻ പോണത് എന്താണെന്നറിയോ? നമുക്ക് എല്ലാവർക്കും ഗുരുവായൂരിൽ പോയിട്ട് കണ്ണനെ കാണാൻ സാധിച്ചു എന്ന് വരില്ല. എങ്കിലും ഭഗവാന്റെ ഇഷ്ടം എന്താണെന്ന് നിങ്ങൾക്കറിയോ? അവിടെ പോയി വലിയ വഴിപാട് കഴിച്ച് അവിടെ തിരക്കിൽ നിന്ന് തൊഴുകണം എന്നില്ല. ഇവിടെ നമ്മളെ വീട്ടിലിരുന്നിട്ടും എന്റെ കണ്ണാ എന്നൊരു വിളിച്ചു നോക്കൂ, കണ്ണൻ അരികത്തുണ്ട്. കണ്ണൻ ഓടി വരും നമ്മളെ അരികത്തേക്ക്. അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം സാധിക്കണമെങ്കിൽ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക. എന്റെ കണ്ണാ, എന്റെ ഇന്ന കാര്യം നീ നടത്തി തരണേ, അപ്പൊ ഞാൻ ഗുരുവായൂരിൽ വന്നിട്ട് നിന്നെ കണ്ടോളാം, അങ്ങനെ പറഞ്ഞാലും മതി. അല്ലാതെ നമ്മൾ ആദ്യം തന്നെ തിരക്കിൽ പോയി ഗുരുവായൂരിൽ പോയി വരി നിന്ന്, വയ്യാത്ത ആൾക്കാരെ വരി നിന്ന് തൊഴുത് അങ്ങനെ പ്രാർത്ഥിച്ചാലേ കണ്ണൻ വിളിയേക്കുന്ന് ആരും കരുതണ്ട. അപ്പൊ ഇന്ന് ഞാൻ പറയാൻ വന്നത് എന്താണെന്നറിയോ? നമ്മളുടെ കാര്യങ്ങളെ എന്താണെങ്കിലും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നമ്മളെ മനസ്സിൽ വിചാരിച്ചിട്ട് ഒരു 3 വഴിപാടുണ്ട് കണ്ണന് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 വഴിപാട്. ആ വഴിപാടിനെ കുറിച്ച് പറഞ്ഞു തരാനാണ്. നിങ്ങൾക്ക് എന്ത് ആഗ്രഹമാണെങ്കിലും നിങ്ങൾ വീട്ടിലിരുന്ന് വിളിച്ചാൽ മതി. എന്നിട്ട് നമ്മളെ കാര്യം നടന്നതിന് ശേഷം നിങ്ങൾ അവിടെ പോയിട്ട് ആ വഴിപാട് കൊടുത്താൽ മതി. ചെറിയ വഴിപാടാണ്, വലിയ വഴിപാടൊന്നുമല്ല. നമ്മളെ കണ്ണൻ ക്ഷിപ്രപ്രസാദിയാണ്. അതുപോലെ തന്നെയാണ് വിളിച്ചാൽ വിളിപ്പുറത്താണ് കണ്ണൻ. കണ്ണൻ ഓടി വരും. കണ്ണന് എല്ലാ രൂപവും ആണ്. ചെറിയ കുട്ടിയുടെ രൂപത്തിലടക്കം നമ്മൾ കണ്ണനെ ശരിക്കും കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ്. ഏത് രൂപത്തിലാണോ കണ്ണൻ നമ്മളെ മുന്നിൽ അവതരിക്കണം നമുക്ക് അറിയാഞ്ഞിട്ടാണ്. അപ്പൊ ഏതെങ്കിലും ഒരു രൂപത്തിൽ കണ്ണൻ നമ്മളെ അടുത്ത് എത്തും, നമ്മളെ കാര്യം നിറവേറ്റി തരും. അത് ഉറച്ചു വിശ്വസിച്ച് നിങ്ങൾ ഞാൻ ഈ പറയുന്ന വഴിപാട് കണ്ണന് ചെയ്യും. ഞാൻ പറഞ്ഞു തരാം അതെന്താന്ന്. അതിനുള്ളൊരു ഉദാഹരണം അമ്മ പറഞ്ഞു തരാം. നമ്മളെ മഞ്ജുളാലിന്റെ കഥ തന്നെയാണ് പറയാനുള്ളത്. നമ്മളെ മഞ്ജുള പറഞ്ഞൊരു വാരസുകാരി കുട്ടി എന്നും കണ്ണനെ വൈകുന്നേരത്തെ ഒരു മാല കെട്ടി ചാർത്തല് പതിവായിരുന്നു. അങ്ങനെ അവളെ എല്ലാ ദിവസവും മുടക്കല്ലാതെ കെട്ടി ചാർത്താറുണ്ട്. അന്നൊരു ദിവസം അവൾക്ക് കുറച്ച് നേരം വൈകി. കാരണം അവൾക്ക് വഴിയിൽ കുറച്ച് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അത് കാരണം അവൾക്ക് നേരം വൈകി. അപ്പോ അവളുടെ മാല അവിടുത്തെ തിരുമേനി സ്വീകരിച്ചില്ല. ഇന്ന് ഈ മാല വൈകുക കാരണം ഇങ്ങോട്ട് കൊണ്ടുണ്ടാന്നാ തിരുമേനി പറഞ്ഞത്. അപ്പൊ മഞ്ജുള വിഷമവും സങ്കടവും സഹിക്ക വയ്യാതെ അവിടെയുള്ള ആൽച്ചുവട്ടിലെ, അപ്പൊ നമ്മൾ കാണുന്ന മഞ്ജുള അല്ലില്ലേ, അതിന്റെ ചുവട്ടിൽ ഒരു കല്ലില് വെച്ചു പോയി. കാരണം പൂന്താനം തിരുമേനിയാണ് ആ കുട്ടിയോട് അത് പറഞ്ഞതേ. ആ കല്ലിൽ ചാർത്തിക്കോളൂ, കണ്ണൻ സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പൊ അവള് വിശ്വാസത്തോടു കൂടി കണ്ണൻ ആ മാല കല്ലിൽ വെച്ചു പോയി. പിറ്റേ ദിവസം രാവിലെ തിരുമേനി നട തുറന്നു, ഭഗവാന്റെ മാലകൾ കഴിച്ചു മാറ്റിയാണ്. ആ സമയത്ത് തിരുമേനിക്ക് ഒരു മാല അഴിച്ചെടുക്കാൻ പറ്റണേ ഇല്ല. അപ്പൊ അങ്ങനെ വിഷമിച്ചിരുന്നു തിരുമേനി. എന്ത് പറ്റിയെന്ന് അറിയണില്ലല്ലോ. അപ്പൊ നമ്മളെ പൂന്താനം തിരുമേനി അവിടെ വന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇന്നലെ നമ്മളുടെ മഞ്ജുള ചാർത്തിയ മാലയാണ് കൃഷ്ണന്റെ കഴുത്തിൽ കിടക്കണത് എന്നാണ് തിരുമേനി പറയുന്നത്. അപ്പോ പറഞ്ഞ പോലെ തന്നെ മഞ്ജുള വരണം, ഈ മാല കൃഷ്ണന്റെ കഴുത്തിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ. അപ്പോ പറഞ്ഞ പോലെ മഞ്ജുള വന്ന് തൊഴുതു പ്രാർത്ഥിച്ചോടുകൂടി മാല തിരുമേനിക്ക് എടുക്കാൻ സാധിച്ചു. അപ്പൊ തലേ ദിവസം കല്ലിലാണ് മഞ്ജുള മാല ചാർത്തിയിട്ടുള്ളത്, ആൽച്ചുവട്ടിലെ കല്ലില്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മളെ കൃഷ്ണന്റെ ശക്തിയാണത്. നമ്മൾ എവിടെ ഇരുന്ന് വിളിച്ചാലും വിളി കേൾക്കുന്നുള്ളതാണ്. നമ്മൾ എവിടെ ഇരുന്ന് സങ്കല്പിച്ചാലും മതി, കണ്ണന്റെ കഴുത്തിലെത്തി ആ മാല. അപ്പൊ നമ്മള് എവിടെ വെച്ച് പ്രാർത്ഥിച്ചാലും കണ്ണൻ ഓടി വരുന്നുള്ളതാണ്. അപ്പൊ ഈ സങ്കല്പം അതുകൊണ്ടാണ് കേട്ടോ. അത് കാരണം ആ ആലിന് മഞ്ജുളാലയ എന്നുള്ള പേര് വന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയാണ് നമ്മളെ കണ്ണന്റെ ഐതിഹ്യങ്ങൾ കിടക്കണത് കേട്ടോ. എല്ലാവർക്കും ചെമ്പൈ വൈദ്യനാഥർക്ക് നാദം നൽകിയത് നമ്മളെ കൃഷ്ണനാണ്. അപ്പൊ നമ്മളെ കൃഷ്ണനെ ഒരുപാട് നിങ്ങൾക്ക് അറിഞ്ഞും അറിയാതെയും ഒരുപാട് കഥകൾ ഉണ്ട് കേട്ടോ. അതൊക്കെ ഒന്നും എനിക്കിപ്പോ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഈ 3 വഴിപാടിനെ കുറിച്ചാണ് പറയണത്. അതിന് ആദ്യത്തെ ദിവസം നമ്മൾ പ്രാർത്ഥിക്കേണ്ട കാര്യം എന്താണെന്നോ? 3 വഴിപാട് പറഞ്ഞില്ലേ, ആദ്യം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് തുളസിമാല തന്നെയാണ്. അപ്പൊ നമ്മൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക, ഭഗവാനെ എന്റെ ആഗ്രഹം നീ നടത്തി തന്നാൽ ഞാൻ നിനക്കൊരു തുളസിമാല തരുന്നതാണ്. ഗുരുവായൂർ ചെന്ന് നമ്മൾ കഴിക്കേണ്ട വഴിപാടാണ് കേട്ടോ. അപ്പൊ നമ്മൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക. അപ്പോ ഭഗവാൻ നമ്മളുടെ എന്ത് സങ്കടമാണെങ്കിലും അത് നിറവേറ്റി തരണം നിങ്ങൾക്ക് അനുഭവത്തിലൂടെ മനസ്സിലാവും. അപ്പോ ആദ്യത്തെ വഴിപാട് അതാണ്. രണ്ടാമത്തെ വഴിപാട് എന്താന്ന് നിങ്ങൾക്കറിയോ? അത് നെയ്വിളക്കാണ്. അതും നമ്മൾ ഗുരുവായൂർ ചെന്നിട്ട് തന്നെയാണ് പ്രാർത്ഥിക്കേണ്ടത്, കഴിക്കേണ്ടത്. വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക, ഭഗവാനെ നമ്മൾക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് അല്ലേ, ഒരേ കാര്യത്തിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് നേരാട്ടോ. നമ്മൾ 2-3 വഴിപാട് കഴിക്കണമെന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ നമ്മളെ ഇരുട്ട് മാറും. നെയ്വിളക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മളെ മനസ്സിന്റെ ഇരുട്ട് മാറും. കാരണം നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും. സങ്കടപ്പെട്ടിരിക്കണവർക്കുള്ളതാണ് ഇത്. ഒരുപാട് സങ്കടങ്ങൾ കുട്ടികൾ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അവർക്കൊക്കെ ഒരു ശാന്തിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വഴിപാട് പറഞ്ഞു തന്നെ. അപ്പൊ നിങ്ങൾ രണ്ടാമതായി കഴിക്കേണ്ടത് നെയ്വിളക്ക് തന്നെയാണ്. വീട്ടിലിരുന്ന് പറയുക, എന്റെ കണ്ണാ
നീ എന്നെ കൈവിടല്ലേ കേട്ടോ, നീയാണ് എനിക്കുള്ളൂ. അപ്പോ ഞാൻ ഇന്ന ഒരു കാര്യം എന്റെ സാധിച്ചു തന്നാൽ നിനക്ക് ഞാനൊരു നെയ്വിളക്കും അവിടെ കൊടുന്ന് തെളിയിക്കും, ഞാൻ മറക്കില്ല ഞാൻ നിന്റെ കാര്യം. അപ്പോ നീ എന്നെ മറക്കാതിരിക്കണേ കണ്ണാ എന്ന് പറഞ്ഞാൽ മതി. അദ്ദേഹം വന്ന് നിങ്ങൾക്ക് നിവർത്തിച്ചു തരും മക്കളെ. നമ്മളെ കൃഷ്ണൻ പ്രത്യക്ഷനല്ലേ, നമ്മൾ കാണാത്തോണ്ടാണ് അദ്ദേഹത്തിന്. ആരാണ് അദ്ദേഹം നമുക്ക് മനസ്സിലാവണില്ല മക്കളെ. ദൈവത്തിനെ നേരിട്ട് കണ്ടവരാരുമില്ല. അപ്പൊ ഇനി മൂന്നാമത്തെ വഴിപാട്, പിന്നെ നമ്മള് പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്നറിയോ? വനമാല. നമ്മളെ കണ്ണന് പറയണത് തന്നെ വനമാലി എന്നാണ്. മനസ്സിലായില്ലേ? നമ്മളെ കണ്ണന് ഒരുപാട് ഇഷ്ടമാണ് കാട്ടുപൂക്കള്. അപ്പൊ അതുകൊണ്ടുള്ളൊരു മാല, ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു തന്നാൽ ഞാൻ നിനക്ക് അതും ഞാൻ നിനക്ക് കഴിപ്പിക്കാവേ കണ്ണ എന്ന് നമ്മൾ വീട്ടിലിരുന്ന് പറയുക. അതുകൊണ്ട് നമ്മൾക്ക് എന്താ വെച്ചാൽ നമ്മളെ വീട്ടിന്റെ ഗാർഹിക ഐശ്വര്യങ്ങള്, നമ്മളെ വീട്ടിലത്തെ നെഗറ്റീവ് എനർജി പോകും. നമ്മളെ വീട്ടിലെ ആകെ മൊത്തം ഒരു തെളിച്ചുണ്ടാവും. ഒരുപാട് മുടങ്ങിക്കിടന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നത് കാണാം. ഇന്ന് പ്രാർത്ഥിച്ചാൽ നാളെ എന്നില്ല കേട്ടോ. നമുക്കൊരു കുറച്ച് ദിവസത്തിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് മനസ്സിലായി വരും. നമ്മളെ വീടിന്റെ പുരോഗതി നിങ്ങൾക്ക് കാണാം. അതുപോലെ കല്യാണം കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ ദീർഘമംഗല്യഭാഗ്യം ഉണ്ടാവാൻ കൂടി നമ്മൾ ഈ വഴിപാട് ഏതു കാലത്തും കഴിക്കണതാണ്. അപ്പൊ ഈ 3 വഴിപാടും നിങ്ങൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക. നടന്ന് കിട്ടിയതിന്റെ ശേഷം അവിടെ പോയി ചെയ്താൽ മതി. അല്ലാതെ ആദ്യം വഴിപാട് കഴിച്ചു ഇന്ന് നടന്നില്ലല്ലോ, അങ്ങനെയല്ല മക്കളെ. മനസ്സൊരുകിയിട്ടുള്ള നമ്മളെ മനസ്സ് ശുദ്ധമായി വെക്കുക ആദ്യം നമ്മളെ. എന്നിട്ട് നമ്മളെ ഭഗവാനെ മനസ്സിൽ കാണുക. കണ്ണ് ചെയ്യുമ്പോൾ ഇരുന്ന് നമ്മളെ ഭഗവാന്റെ രൂപം നമ്മൾ കാണുക. ഓരോരുത്തർക്കും ഓരോ രൂപ, ചിലവരാ വിഗ്രഹത്തിലെ രൂപമാണ് കാണുന്നത്. ഏത് രൂപം നമുക്ക് കണ്ണ് ചെയ്യുമ്പോ കിട്ടണ വെച്ചാൽ അത് കൃഷ്ണൻ തന്നെയാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. എല്ലാവർക്കും എല്ലാ രൂപവും എല്ലാ സമയത്തും ഒരേ രൂപം അത് കൃഷ്ണന്റെ ഒരു കളിയാണ് കേട്ടോ. കണ്ണ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് നോക്കൂ. നമുക്ക് ചിലപ്പോ ആ ഗുരുവായൂർ കണ്ണനെ മാത്രമായിട്ട് കണ്ണൻ കാണിച്ചു തന്നോളന്നില്ല. വേറെ ഏതെങ്കിലും രൂപം നമ്മളെ മനസ്സിലേക്ക് വരും. അത് കൃഷ്ണനായി സങ്കല്പിച്ച് നിങ്ങൾ വീട്ടിലിരുന്ന് മനസ്സൊരുക. അതിന് നമ്മളൊരു 5 മിനിറ്റ് ഒഴിഞ്ഞൊരു ഭാഗത്ത് ഇരിക്കുക, വിളക്ക് വെച്ചതിന്റെ ശേഷം അവിടെ ഇരുന്ന് നമ്മൾ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക മക്കളെ. നമുക്ക് ദൈവം നമ്മളെ കൈവിടില്ല. നമുക്ക് പിന്നെ എന്താ ഉള്ളത്? ദൈവം കൈവിട്ടാൽ നമ്മൾ പറ്റപ്പോയോ ഒന്നുമില്ല. അപ്പൊ നമുക്ക് ജീവിതകാലം മുഴുവൻ കലികാലല്ലേ. അപ്പൊ നമുക്ക് ഏറ്റവും വേണ്ടത് കലികാലത്തിൽ എന്താ? ഈശ്വര വിശ്വാസം. എപ്പോഴും നിങ്ങൾ ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കണം. ഏത് പണി ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുമല്ലോ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇതാർക്കാ മക്കളെ ചൊല്ലാൻ പറ്റാത്തത്? ബുദ്ധിമുട്ടുള്ളതൊന്നും അമ്മ പറഞ്ഞു തരുന്നില്ലല്ലോ. ഓം നമോ നാരായണായ, ഓം നമോ നാരായണ, അത് നിങ്ങൾ ചൊല്ലിക്കോളൂ. അല്ലെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. അങ്ങനെ നിങ്ങൾ ഭഗവാന്റെ നാമങ്ങൾ മാത്രം നിങ്ങൾ നേരം വെച്ചായ അന്തി വരെ. നമ്മൾ ജോലി ചെയ്യുമ്പോൾ, വീട്ടിൽ ജോലി ചെയ്യുന്ന അമ്മമാർക്ക് ഇത് മനസ്സൊന്നും കളയേ വേണ്ട കേട്ടോ. വേറെ ഓഫീസ് ജോലിയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് യാത്രകളില് അങ്ങോട്ട് പോകുമ്പോഴും പ്രാർത്ഥിക്കാം, ഇങ്ങോട്ട് പോരുമ്പോഴും പ്രാർത്ഥിക്കാം. നമുക്ക് എന്താ വെച്ചാൽ ഭൂമിയിൽ നമ്മൾ ജനിച്ചു പോയാലേ നമുക്ക് ഭഗവാന്റെ ഒരു അനുഗ്രഹം ഇല്ലെങ്കിൽ ജീവിതം വളരെ ബുദ്ധിമുട്ടായി വരും. അപ്പൊ എന്ത് വന്നാലും എല്ലാം നല്ലതിന് നമ്മൾ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക. എല്ലാം നല്ലതിനെന്ന് വിചാരിക്കുക. നമ്മൾ ഗീതോപദേശം കേട്ടിട്ടില്ലേ? അത് നിങ്ങൾ വായിക്കണം, ഭഗവത്ഗീത. അപ്പൊ നിങ്ങൾക്ക് സങ്കടങ്ങൾ കുറേ മാറും. എല്ലാവരും ഒരു ഭഗവത്ഗീത വീട്ടിൽ കൊണ്ടുവരിക. എന്നിട്ട് അത് നിങ്ങൾ മനസ്സിലാക്കുക. അതിലത്തെ തത്വങ്ങളും കാര്യങ്ങളൊക്കെ. നമ്മൾ സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിക്കുന്നതെല്ലാം നല്ലതിന്. അപ്പൊ എല്ലാം നല്ലതിന്. പിന്നെ ദിവസവും നമ്മൾ നേരം വെച്ചായാലേ എന്തിനും നമുക്ക് ഭഗവാൻ എന്ത് തന്നാലും നന്ദി പറയുക. നമ്മൾ ഭൂമിയിലേക്ക് വന്നു തന്നെ ഭഗവാന്റെ ഒരു നന്ദികാരനാണ്. നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മൾ ജനിച്ചു വന്നത് നന്ദി. അപ്പൊ നമ്മൾ അമ്മ പറഞ്ഞിട്ടുണ്ടാവുക ആ നന്ദി. ജീവിതകാലം മുഴുവൻ നമുക്ക് ചെറിയ സന്തോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴും നന്ദി പറയുക. അങ്ങനെ നന്ദി നമ്മൾ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിലേക്ക് നല്ലത് വരുന്ന പറയണത്. എല്ലാവരുടെയും അറിവിലേക്ക് പറയാണ് കേട്ടോ. ഇങ്ങനെ വീട്ടിലിരുന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് ഭഗവാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ നടത്തി തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് കമന്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അമ്മയ്ക്കും അറിയാലോ, അമ്മയ്ക്ക് അങ്ങനെ കുറെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ. അമ്മ പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും ആഗ്രഹങ്ങൾ കൃഷ്ണൻ നടത്തി തരട്ടെ എന്ന് തന്നെ അമ്മ പ്രാർത്ഥിക്കണം. ഓം നമോ നാരായണായ. അപ്പൊ എന്താ, ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ആ ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്തോളൂ കേട്ടോ. അപ്പൊ അമ്മ ഇടുന്ന വീഡിയോസ് എല്ലാവർക്കും കിട്ടും. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.